to the seats in front of you. Bye to Kindly give space to other customers to board and do not block the aisle. Please switch off all electronic devices, including mobile phones, or set them to വെജ് ബിരിയാണി ഇത് വെജ് ബിരിയാണി മസാല വെജ് ബിരിയാണി അപ്പൊ ഇതെന്താ അപ്പൊ എനിക്ക് എന്ത് ചന മസാല ഇതൊന്നും വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടെ വെജ് ബിരിയാണി കേട്ടോ, നല്ല ലുക്ക് ഉണ്ട് കാണാനായിട്ട്. പിന്നെ ഇതാണ് സുഹൃത്തുക്കളെ ഈ ചന മസാല എനിക്ക് ഓർഡർ ചെയ്തത്. ഇതാണ് ഇത്. പിന്നെ ഇതെങ്ങനെയുണ്ട്? സോ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഫ്രൂട്ട് സാലഡ്. ബഹ്റൈൻ എയർപോർട്ടാട്ടോ, അടിപൊളി എയർപോർട്ടാണ്, ഭയങ്കര വലിയ എയർപോർട്ടാണ്. അങ്ങനെ നമ്മൾ കേരളത്തിലേക്ക് ഫ്ലൈ ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ചെക്കിങ്ങിന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ഫ്ലൈറ്റ് ഒരു 45 മിനിറ്റ്സ് ഡിലേ ആണ് കേട്ടോ. ഈ കാണുന്ന മഞ്ഞ കളറിലുള്ള എയർലൈൻസ് ഉണ്ടല്ലോ, ഇത് കാർഗോ ഒക്കെ കൊണ്ടുപോകുന്ന എയർലൈൻസ് ആണ് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു, ഹസ്ബൻഡ് പറഞ്ഞു തന്നതാണ് എനിക്ക്. നമ്മുടെ നീലപ്പെട്ടി പോകണ്ട അതിൽ കൂടെ ലഗേജൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് കേട്ടോ. രസമുണ്ടല്ലേ കാണാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ദാ നമ്മൾ ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യാണ് കേട്ടോ. സോ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ്, എയർ അറേബ്യ. നമ്മൾ ഫസ്റ്റ് ഷാർജയ്ക്കാണ് പോകുന്നത്. നമ്മുടെ സീറ്റ് വന്നിട്ട് ഏറ്റവും അവസാനത്തെ സീറ്റായിരുന്നു കേട്ടോ. ഇതാട്ടോ ഫ്ലൈറ്റിൻ്റെ ഇൻസൈഡ്. അങ്ങനെ നമ്മൾ സീറ്റൊക്കെ കിട്ടി ഇരിപ്പായിട്ടോ. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. അങ്ങനെ നമ്മുടെ പവിഴ ദ്വീപിൻ്റെ ആകാശ കാഴ്ചകളാണ് കേട്ടോ അതാ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. നമുക്കറിയാം നമ്മുടെ ബഹ്റൈൻ 50-ലധികം ദ്വീപുകളും അതുപോലെ തന്നെ 30ഓളം കൃത്രിമ ആർട്ടിഫിഷ്യൽ ദ്വീപുകളും ഉൾക്കൊള്ളുന്ന ഒരു ദ്വീപ സമൂഹമാണല്ലേ. അപ്പം അതിൽ മെയിൻ ഐലൻഡ് എന്ന് പറയുന്നത് ബഹ്റൈൻ ഐലൻഡ് തന്നെയാണ്. പിന്നെ മുഹറക്ക്, സിത്ര അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദിയാറൽ, മൊഹറക്, ദൂരത്തൽ, ബഹ്റൈൻ, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ആണ്. അപ്പം ഇതൊക്കെ എനിക്ക് ഈ മോളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. എന്തായാലും ഈ ആകാശ കാഴ്ചകളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ്. ഓരോ ദ്വീപ സമൂഹങ്ങളെയും ബന്ധിപ്പിക്കുന്ന റോഡുകളൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബഹ്റൈനിൽ അനുദിനം കടൽ നികത്തിക്കൊണ്ട് പുതിയ പുതിയ ബിൽഡിങ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് നമുക്ക് ഈ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതാ നോക്കിക്കേ, എത്രത്തോളം കുഞ്ഞു കുഞ്ഞു ദ്വീപ സമൂഹങ്ങളാണല്ലേ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്ലെയിൻ്റെ ആ ചിറക് നോക്കിക്കേ നിങ്ങൾ, താഴ്ന്ന് ചെരിഞ്ഞ് പറക്കുകയാണ് കേട്ടോ. എൻ്റെ കിളി പോകുന്നുണ്ട്. എൻ്റെ തൊട്ടടുത്ത സീറ്റിലെ ചേച്ചി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ തൊട്ട് തുടങ്ങിയ പ്രാർത്ഥനയാണ്. ഇപ്പോഴും പ്രാർത്ഥന നിന്നിട്ടില്ല കേട്ടോ. ചിലർക്ക് ഭയങ്കര പേടിയല്ലേ ഫ്ലൈറ്റിൽ പോകാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റ് യാത്ര ഒരു സംഭവം തന്നെയാണല്ലേ, എന്തും സംഭവിക്കാം. ഇതാ ഇപ്പോൾ നമ്മൾ വളരെ ഉയരത്തിലോട്ട് പൊന്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഒരു മഞ്ഞു മൂടിയ പോലെയാണ് ഇപ്പോൾ നമുക്ക് ബഹ്റൈനെ കാണാൻ പറ്റുന്നത്. അകന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ. ഫ്ലൈറ്റ് നമുക്ക് വാട്ടർ തന്നു കേട്ടോ, വെള്ളം തന്നു. പിന്നെന്താണ്
പിന്നെ എന്തോ ഫുഡാണ് കേട്ടോ, എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യാണ് കേട്ടോ. ഷാർജയിലേക്കാണ് ഫസ്റ്റ് പോണത്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് എന്താ കഴിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളൊരു ഫ്രൂട്ട് സാലഡാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ടോ. അവർ കഴിച്ചു തുടങ്ങി. എങ്ങനെ ഉണ്ടാച്ചു? അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കഴിക്കുന്നത് ഞാൻ ചന മസാലയാണോ കഴിക്കുന്നത്. ചന മസാല, പിന്നെ എന്താ ചില്ലി ചിക്കൻ വിത്ത് റൈസ്, ആച്ചു ബിരിയാണി കേട്ടോ, വെജ് ബിരിയാണിയാണ്. സോ നമ്മൾ കഴിച്ചൊക്കെ പോവാട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 6:30 ആകുമ്പോൾ ഇറങ്ങിയതാണ്. പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാട്ടോ നമ്മൾ ഫുഡൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തത്. ഫ്ലൈറ്റ് നല്ലോണം ഡിലേ ആയിരുന്നു കേട്ടോ. ഒരു 45 മിനിറ്റ്സ് ഡിലേ ആയിരുന്നു. മെലൺ കേട്ടോ, എന്താ സ്വീറ്റ് മെലൺ. ഞാനിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. തിന്നുക ഉറങ്ങുക, തിന്നുക ഉറങ്ങുക, എങ്ങനെയായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് യാത്ര. അതുകൊണ്ട് ബോറടിച്ചില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഇപ്പോൾ ദാ നമ്മൾ UAE മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഇതേ നോക്കിക്കേ, UAE ഭയങ്കര അടിപൊളിയാണല്ലേ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കറക്റ്റായിട്ട് റോഡുകളും ബിൽഡിങ്ങുകളും ഒക്കെ ഭയങ്കര എന്താ പറയുക, വെൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കേട്ടോ. ഇതാ ഇപ്പോൾ നമ്മൾ താഴ്ന്ന് പറക്കുകയാണ് കേട്ടോ. ലാൻഡിങ് ചെയ്യാൻ പോവാണ്. കാണണേ, വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു. താങ്ക് ഗോഡ്. നമ്മുടെ ഈ ഫ്ലൈറ്റ് യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും നാട്ടിൽ ചെന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായി ഞാൻ നാട്ടിൽ നിന്ന് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. താങ്ക്